താരസംഘടനയായ അമ്മയിലെ തർക്കങ്ങൾ. ആ തർക്കങ്ങൾക്ക് പുതിയ ദിശ വന്നിരിക്കുകയാണ്. സംഘപരിവാർ അദാനി വഴി അതിലേക്ക് നുഴഞ്ഞുകയറ്റത്തിന് ശ്രമിച്ചു. അതിന് ശ്വേതാ മേനോൻ നിദാനമായി. ഇതടക്കമുള്ള ഗുരുതരവും ഗൗരവവുമായ ആരോപണങ്ങളാണ് നടിമാർ മാലാ പാർവതിയും അൻസിബ ഹസനും ഉഷയും അടക്കമുള്ള നടിമാർ ഇന്ന് വാർത്താസമ്മേളനത്തിലൂടെ വെളിപ്പെടുത്തിയത്. മാത്രമല്ല, ഇതിന് തെളിവായി BJP നേതാവ്, അമ്മയിൽ അംഗമല്ലാത്ത BJP നേതാവിൻ്റെ അഭിമുഖവും അവർ തെളിവായി വാർത്താസമ്മേളനത്തിൽ എടുത്തു കാട്ടി. ഇപ്പോൾ ഇതാ ശ്വേതാ മേനോൻ അതിന് മറുപടിയുമായി ഫേസ്ബുക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. അവിടെയും പൊളിറ്റിക്കലി ഇൻകറക്റ്റായ വാചകങ്ങളാണ് ശ്വേത ഉപയോഗിച്ചിരിക്കുന്നത്. ഓടിളക്കി വന്ന നടിമാരാണ് ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ് ശ്വേതയുടേത് എത്തിയത്. നമുക്ക് ഇന്ന് നടന്ന സംഭവങ്ങൾ എന്താണെന്ന് നോക്കാം. ശ്വേതാ മേനോനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് നടിമാർ നടത്തിയത്. അമ്മയിലെ അംഗങ്ങളെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാക്കാം, BJP സ്ഥാനാർത്ഥികളാക്കാം എന്ന് പറഞ്ഞ് ശ്വേത BJPയിൽ നിന്ന് പണം വാങ്ങിയെന്ന് ബാബുരാജ് ജനറൽ ബോഡിയിൽ വെളിപ്പെടുത്തിയെന്ന് നടി ഉഷ ഹസീന പറഞ്ഞു. അദാനി ഗ്രൂപ്പിൽ നിന്ന് 15 കോടി രൂപ ശ്വേത വഴി അമ്മയ്ക്ക് ലഭിക്കുമെന്ന് BJP നേതാവ് പത്മജ എസ് മേനോൻ നടത്തിയ അഭിമുഖവും തെളിവായി എടുത്തു കാട്ടിയാണ് മാലാ പാർവതി വാർത്താസമ്മേളനത്തിൽ തുറന്നടിച്ചത്. അതേസമയം ടിനി ടോമിനെതിരായ പരാതി സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ നേരിട്ട് വിളിച്ചിട്ട് പോലും പോലീസ് FIR എടുക്കാൻ തയ്യാറായില്ലെന്ന് അൻസിബ ഹസനും ആരോപിച്ചു. കൂടുതൽ വിവരങ്ങളും വിശകലനങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ഉമേഷും അർച്ചനയും ചേരുന്നുണ്ട്. ആദ്യം ഉമേഷിലേക്ക്. ഉമേഷ്, ഇന്നത്തെ വാർത്താ സമ്മേളനം മുമ്പോട്ട് വെക്കുന്നത് ഈ അമ്മ എന്ന താരസംഘടന ഇതുവരെ നാം കേട്ടിട്ടുള്ള ആരോപണങ്ങൾ, സ്വാഭാവികമായ ഒരു ഗ്ലാമർ പോസ്റ്റിലുള്ളവർ ഒത്തുകൂടുന്ന ഒരു സംഘടന എന്ന നിലയിൽ വരാവുന്ന സ്വാഭാവികമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തർക്കങ്ങൾ ഒക്കെയായിരുന്നു ഇതുവരെയും നാം അമ്മയെ സംബന്ധിച്ച് കേട്ടിരുന്നത്. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഒരു കേരളം എന്ന ആശയത്തെ പോലും ആക്രമിക്കുന്ന തരത്തിലേക്ക്, ആ സാംസ്കാരിക ഇടത്തേക്ക് പല വിധത്തിലുമുള്ള കടന്നുകയറ്റത്തിന് നിദാനമായ നിരവധി സൂചനകളാണ് ഇന്ന് നടിമാർ പുറത്തുവിട്ടത്. ഇന്ന് നടിമാർ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു അവരുടെ വാർത്താ സമ്മേളനം, ആ വാർത്താ സമ്മേളനത്തിൽ മുമ്പോട്ട് വെച്ചത്? ഉമേഷ്. അതെ അജിംഷാദ്, ഈ സംഘപരിവാറിൻ്റെ കടന്നുവരവ് അത് ഏതൊക്കെ മേഖലകളിലാണ് എന്നുള്ളത് ഓരോ ദിവസം ചർച്ചയാവുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സിനിമയിൽ പോലും അത് ഈ സംഘപരിവാറിൻ്റെ കടന്നുവരവ് ശക്തമായി കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ സൂചനയാണ് ഇന്ന് നടിമാരുടെ വാർത്താ സമ്മേളനത്തിലൂടെ വെളിവായത് എന്നുള്ളതാണ്. അവർ കൂടുതലും എടുത്തു പറയാൻ ശ്രമിച്ചൊരു കാര്യവും അതുതന്നെയാണ്. ഏതൊക്കെ തരത്തിലാണ് അവരെ ഒറ്റപ്പെടുത്തുന്നത്? കാരണം ഇത്തരത്തിലുള്ള സംഘപരിവാറിൻ്റെ ഇടപെടലുകളും വർഗീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങളും ചെറുക്കുന്നവരെ എങ്ങനെയാണ് അവർ നേരിടുന്നത് എന്നത് സംബന്ധിച്ചൊക്കെയുള്ള ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുണ്ടായി എന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ അമ്മയുടെ പ്രസിഡന്റ് ആയിരുന്നത് ശ്വേതാ മേനോനാണ്. അവർ കഴിഞ്ഞ ദിവസം രാജിവെച്ചു എന്നൊക്കെയാണ് മാധ്യമങ്ങളോട് പറഞ്ഞതെങ്കിലും യഥാർത്ഥത്തിൽ രാജിവെച്ചിട്ടില്ല, ഔദ്യോഗികമായി അങ്ങനെ രാജിക്കത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും താൻ പ്രസിഡന്റാണ് എന്ന അവകാശവാദം ശ്വേതാ മേനോൻ ഉന്നയിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ഈ നടിമാർക്ക് മാത്രമല്ല, ശ്വേതാ മേനോൻ കഴിഞ്ഞ ദിവസം ഒരു ഫോൺ സംഭാഷണം പുറത്തു വന്നിരുന്നു. ശ്വേതാ മേനോനും രമേശ് പിഷാരടിയും തമ്മിൽ നടത്തുന്ന ഫോൺ സംഭാഷണം. അതിൽ ശ്വേതാ മേനോൻ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് നടിമാർ മാധ്യമങ്ങളെ കണ്ടത്. അമ്മയിൽ ഏതൊക്കെ തരത്തിൽ നീതി നിഷേധം നടക്കുന്നു എന്നുള്ളത് സംബന്ധിച്ച് അവർ വ്യക്തമാക്കുകയായിരുന്നു.